ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റത് നല്ലൊരു സമാധാനത്തോടെയാണ് കേട്ടോ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കണം എന്ന് കരുതിയാണ് കേട്ടോ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതും. രാത്രി ആ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് കേട്ടോ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നതും. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്ന പോലത്തെ ഒരു സമാധാനം കിട്ടാറില്ല കേട്ടോ. എനിക്കെപ്പോഴും നാളെ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ എപ്പോഴും മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അന്നത്തെ ദിവസം അൽഹംദുലില്ലാ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, അങ്ങനെയൊക്കെ കരുതുമ്പോൾ അൽഹംദുലില്ലാ നല്ല സമാധാനത്തോടെ കിടന്നുറങ്ങും. പിന്നെ രാവിലെ കുറച്ച് നേരം ഉമ്മാനോട് സംസാരിച്ചിരുന്നു കേട്ടോ ചെയ്യേണ്ട കാര്യങ്ങളും. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറയും കേട്ടോ. ഒരുപാട് സമയം അങ്ങനെ ഇരിക്കാറില്ല, കാരണം ആ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെ സംസാരിച്ചിരുന്നാൽ പോവും. എന്നാലും ഇപ്പോൾ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യാത്തൊരു ദിവസമാണെങ്കിൽ പോലും രാവിലെ തന്നെ ഉമ്മാനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ആ ഒരു ദിവസത്തെ ഫുൾ എനർജി അത് തന്നെയാണെന്ന് പറയാം. പിന്നെ ഇന്ന് രാവിലെ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇന്നലെ ഉണ്ടല്ലോ കുറച്ച് മാങ്ങ കിട്ടിയിട്ടോ. അപ്പോൾ മാങ്ങ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം എനിക്ക് തോന്നിയത് പുഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നായിരുന്നു കേട്ടോ. പുഡിങ്ങെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നപ്പോഴാണ് കേട്ടോ എനിക്ക് പിന്നെ തോന്നിയത് അല്ലേ വേണ്ട, ജാം ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് ജാം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലേന്നൊക്കെ. മാങ്ങയും കൊട്ടൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ടപ്പോൾ ആദ്യമോനും കുഞ്ഞുമാവും ചോദിച്ചു കേട്ടോ എന്ത് ചെയ്യാൻ പോവാന്ന്. ഞാനിന്ന് ജാം ഉണ്ടാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോൾ അവർ ആ ഒരു ത്രില്ലിലാണ് കേട്ടോ ഉള്ളതിപ്പോൾ. സാധാരണയായിട്ട് ഇതേപോലെ മാങ്ങയുടെയൊക്കെ സീസൺ ആകുമ്പോൾ ജാമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാതെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ജാം തന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ആ ഒരു ഐഡിയയിലായിരിക്കുമല്ലോ ജാമൊക്കെ ഉണ്ടാക്കാം. അത് കുറച്ച് നാൾ മുമ്പ് വരെ ഫലിച്ചിരുന്നു കേട്ടോ, ഞാനും എൻ്റെ ഇത്തൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ എൻ്റെ ഇത്താക്ക് 2 കുട്ടികളുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ജാം ഉണ്ടാക്കി വെച്ചാലോ, അതല്ലെങ്കിൽ ഇത്തയോ ഉമ്മയോ ഒക്കെ കടയിൽ പോകുമ്പോൾ ജാം വാങ്ങിക്കൊണ്ടുവന്നാലോ അവർക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഉമ്മാക്കും ഇത്താക്കല്ല കേട്ടോ, ആസിമോനും കുഞ്ഞാവയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ആസിമോനോടും കുഞ്ഞാവനോടും പറയും കേട്ടോ കുറച്ച് ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരു ഫ്രിഡ്ജിൽ അവർ ജാം ഇരുന്നോട്ടെ, എന്ത് ഭംഗിയായിരിക്കും നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കാണാൻ. അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കും കേട്ടോ. എവിടെ കുറച്ച് ദിവസം പോയിട്ട് 2 ദിവസം ഇരിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ജാമ ഉണ്ടാക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ നല്ല സന്തോഷത്തിലാണ്. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഷുഗറൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഷുഗറും കുറച്ച് വെള്ളവും പിന്നെ 2 ചെറിയ പീസ് കറുവപ്പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. പിന്നെ എനിക്കിങ്ങനെ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ഉമ്മ അടുത്തുണ്ടാവും കേട്ടോ ഞാൻ എന്ത് സ്റ്റൗവിൽ ചെയ്യുമ്പോഴും. അല്ലാതെ ഒന്നും ഞാൻ സ്റ്റൗവിൽ ഒറ്റക്ക് ആരുമില്ലാണ്ട് ഞാൻ ചെയ്യാറില്ല കേട്ടോ, ഉമ്മ അടുത്തുണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഷുഗർ മെൽറ്റായതിലേക്ക് ഞാനിപ്പോൾ മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, തീരെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മാങ്ങയുടെ പൾപ്പ് 1 കപ്പിന് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കുമ്പോണ്ടല്ലോ ഒരുപാട് തിക്കായി പോകരുത് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെയല്ല, എന്നാലും ചെറുതായിട്ടൊരു ഇതെത്തുമ്പോൾ നമ്മൾ അതിലേക്ക് മാങ്ങയുടെ പൾപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കണ കാണുമ്പോൾ ഞാൻ കുറച്ച് നേരം ഇളക്കലൊക്കെ നിർത്തും കേട്ടോ. എന്നാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് പിന്നെ കരിഞ്ഞിട്ട് കിട്ടുള്ളൂ ജാം. അതുകൊണ്ട് ഞാൻ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ജാം റെഡിയായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. ഇപ്പം നല്ല മണ്ണാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കണത്. അതുകൊണ്ട് കുഞ്ഞുവാവ ആസിമോനൊക്കെ വന്ന് നോക്കി പോകുന്നുണ്ട്. ഇപ്പോഴാ ഇതേപോലെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ ആ ഒരു പാൻ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ജാമ് റെഡിയായി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കിനി ഇത് ഓഫാക്കാം കേട്ടോ. തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ജാമിനെ ഞാൻ കുപ്പിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഉമ്മാനോട് ചായയും ബ്രെഡും കൊടുത്തോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് കഴിച്ചു നോക്കട്ടെ കേട്ടോ. കാരണം ഇത്ര നേരം ഇളക്കിയതാണല്ലോ, ലാസ്റ്റ് എന്തായിരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷയാണ് കേട്ടോ. ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോഴും എനിക്ക് ആ ഒരു ആകാംക്ഷയിൽ തന്നെയായിരുന്നു ഞാനുണ്ടായത്. അങ്ങനെ ഞാനുണ്ടാക്കിയ ജാമ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വെറുതെ പറയല്ല, നല്ല രസമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.